കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ സൗദിയിലെ സാങ്കേതിക വിദ്യാരംഗത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തുമുണ്ടായ മാറ്റങ്ങൾ അത് എവിടെ എത്തി നിൽക്കുന്നു? ഇതിൽ മലയാളി ബിസിനസ് സമൂഹത്തിന് ശ്രദ്ധിക്കാൻ എന്തെല്ലാമുണ്ട്? ഏതെല്ലാം തരത്തിൽ ഇപ്പോൾ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കണം? ഇതെല്ലാം പറഞ്ഞതായിരുന്നു മീഡിയ വൺ സംഘടിപ്പിച്ച ഫ്യൂച്ചർ സമ്മിറ്റിലെ AI സെഷനുകൾ. പ്രോംപ്റ്റിൽ നിന്നാരംഭിച്ച് ചാറ്റ് GPT വരെ എത്തി നിൽക്കുന്ന AI ഇപ്പോൾ അതും കടന്നു പോകുന്ന കാലമാണ്. അത് പ്രവാസികളെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഫ്യൂച്ചർ സമ്മിറ്റിലെ AI ഇന്റലിജൻസ് സെഷനുകൾ. AI സൗദിയിലെ സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്നവർ മുതൽ വൻകിടക്കാർക്ക് വരെ ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും? ഇതായിരുന്നു ഫ്യൂച്ചർ സമ്മിറ്റിലെ സംശയങ്ങളിലൊന്ന്. AI മലയാളി നിക്ഷേപകരെ, പ്രവാസികളെ ഭാവിയിൽ എങ്ങനെ ബാധിക്കുമെന്നും പുതിയ കാലത്തിനായി ഒരുക്കാൻ പ്രവാസികളെ പ്രേരിപ്പിക്കുന്നതായിരുന്നു പങ്കുവച്ച വിവരങ്ങൾ ഓരോന്നും. സൗദിയിലെ ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി മുതലുള്ള ഒരുക്കങ്ങൾ പങ്കെടുത്തവർക്ക് മുന്നിലേക്ക് എത്തി. നിങ്ങൾ എല്ലാവരും SDAI എന്ന് കേട്ടിട്ടില്ലേ? സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി. 5000-ഓളം ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു മെഗാ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സൗദിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ബിസിനസ്സുകളും, എല്ലാ എക്കണോമിക് ട്രാൻസാക്ഷൻ, എവറി മോഡ് ഓഫ് ഓപ്പറേഷൻ അവരെന്ത് ചെയ്യാണ്? ഡിജിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൺസ് ഇറ്റ് ബിക്കംസ് ഡിജിറ്റൽ, എന്ത് ചെയ്യാൻ പറ്റും? അത് ഈ നേരത്തെ പറഞ്ഞ സോവറിൻ AI എന്നുള്ള ആശയത്തിലേക്ക് അതിൻ്റെ ട്രെയിനിങ് ഡാറ്റ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ സൗദി ഉണ്ടാക്കുന്ന AIകൾ ഇനി അങ്ങനത്തെ ഒരു സ്റ്റേജ് വരാൻ പോവാണ്. AI ഉപയോഗിക്കാൻ ചിപ്പുകൾ വേണം. അതിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് US-ന്റെ NVIDIA കമ്പനിയാണ്. ഈ വർഷത്തോടെയാണ് AI കൂടുതൽ മെച്ചപ്പെടുന്ന സ്ഥിതിയിലെത്തിയത്. ഒറ്റക്കാര്യം പറയാം, സൗദിയിലെ കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി 2023 തന്നെ വാങ്ങിക്കൂട്ടിയത് 3000 NVIDIA ചിപ്പുകളാണ്. ഒരു ചിപ്പിന്റെ വില $40,000, അതായത് ഏതാണ്ട് 35 ലക്ഷത്തിലേറെ രൂപ. ഇത്തരത്തിൽ ആയിരക്കണക്കിന് ചിപ്പുകൾ വാങ്ങാൻ സൗദി കരാറിലെത്തിക്കഴിഞ്ഞു. അതായത് ആർക്ക് AI ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും NVIDIAയുടെ കയ്യിൽ നിന്ന് ചിപ്പ് വാങ്ങണം. NVIDIA വേണം ബേസിക്കലി ഇവർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ NVIDIAയുടെ ചിപ്പുകൾ ചൈനയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചൈന ഇതിൽ മുന്നേറുമോ എന്നുള്ളൊരു പേടി ആർക്കുണ്ട്? US-നുണ്ട്. അപ്പോൾ US എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് വെച്ചു. NVIDIAയുടെ ചിപ്പുകൾ അമേരിക്കയുമായിട്ട്, ഇവൻ ഇന്ത്യക്ക് പോലും ഇല്ല. ഇന്ത്യക്ക് ഒരു കൊല്ലത്തിൽ ആകെ വാങ്ങാൻ പറ്റുന്നത് 50,000 ചിപ്പാണ്. സൗദി ശരിക്കും ട്രംപ് വന്നില്ലേ, ഒരു ഫ്യൂ മന്ത്സ് ബാക്ക് ഇവിടെ വന്നില്ലേ, ട്രംപും ഇലോൺ മസ്കും ഒക്കെ വന്നില്ലേ, അന്ന് അവർ അനൗൺസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഹ്യൂമെയിൻ എന്ന് പറഞ്ഞിട്ടൊരു AI കമ്പനി ലോഞ്ച് ചെയ്തു. ഫിസിക്കൽ AI എന്ന് പറഞ്ഞിട്ടൊരു ആശയം ലോഞ്ച് ചെയ്തു. ലോകത്തിൻ്റെ AI ഫാക്ടറി ആയിട്ട് സൗദി മാറ്റുമെന്ന് പറഞ്ഞു. സൗദി ഉണ്ടാക്കുന്ന AI സൗദിയുടെ മാർക്കറ്റിൽ കൂടി ഉപയോഗിക്കാവുന്ന തരത്തിലാണ്. ലോകത്തെല്ലായിടത്തും അങ്ങനെ ഓരോരുത്തരും അവർക്ക് വേണ്ട വിവരങ്ങളും ഡാറ്റയും അനലൈസ് ചെയ്യാനും സൊല്യൂഷൻ കാണാനും തന്നെയാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. പുതിയ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുന്നതിൽ സൗദിയിലേതിന് അതിവേഗമുണ്ട്. ഇതിനായി സാധ്യമാകുന്നവരെയെല്ലാം സൗദി ഈ ഡീലിനായി കാണുന്നുമുണ്ട്. പുതിയ ടെക്നോളജികളെ വേഗത്തിൽ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമായി സൗദി മാറിയിട്ട് ആ ടെക്നോളജികളുടെ ഫ്രണ്ട് റണ്ണേഴ്സ് ആവുക, ലോകത്തിന്റെ AI ഫാക്ടറി ആയി മാറുക എന്നൊക്കെ പറയുന്നുണ്ട്. ലോകത്തിന്റെ AI ഫാക്ടറി ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ AI നിർമ്മിക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ചിപ്പുകൾ കിട്ടണം. ചിപ്പ് ആര് തരണം? ചിപ്പ് അമേരിക്ക തരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുമായിട്ട് നമുക്കൊരു ബാലൻസിങ് ആവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ലോകം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ സിനാരിയോയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ചൈന വളരെ എമേർജിംഗ് പവറാണ്. ചൈനക്ക് ആക്ച്വലി വെരി ക്ലിയർ ആയിട്ട് ചൈന 2030 AI സൂപ്പർ പവർ ആകണം എന്ന് പറഞ്ഞിട്ട് ചൈനക്കൊരു ഗോളുണ്ട്. അതുപോലെ അമേരിക്കൻ ഫാക്ഷൻ ഉണ്ട്. ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരു പുതിയ ഓർഗനൈസേഷൻ ഉണ്ട്. സൗദി അറേബ്യ അതിലെ മെമ്പറാണ്. അപ്പോൾ അങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ സിനാരിയോയിൽ നമ്മൾ മിക്കപ്പോഴും നമുക്ക് കിട്ടുന്ന കുറച്ച് ഇൻഫോർമേഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മളിതിൽ പലതിൽ അഭിപ്രായം മേക്ക് ചെയ്യുക. ബട്ട് ദ റിയാലിറ്റി കുറച്ചും കൂടെ ഭയങ്കര കോംപ്ലക്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ടെക്നോളജി ഫ്യൂച്ചർ ഓഫ് സൗദിയിലേക്ക് തന്നെ വരാം. അപ്പോൾ ഈ സോവറിൻ AI പോലത്തെ ആശയങ്ങൾ വേണം. ഇതിന് ശരിക്കും ലക്ഷക്കണക്കിന് NVIDIA ചിപ്പുകൾ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ഒരു സംഭവം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ചിപ്പുകൾ ആവശ്യമാണ്. അപ്പോൾ ഈ ചിപ്പുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ബിസിനസ്സിൻ്റെ ഡാറ്റ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഇനി അധികം വൈകാതെ തന്നെ എന്തുണ്ടാവും? നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ എക്സാക്ട്ലി ഉപയോഗിക്കാൻ പറ്റുന്ന ഡാറ്റ സെറ്റുകൾ അവൈലബിൾ ആകും. നിങ്ങൾക്ക് കസ്റ്റം ഡാറ്റ AI നൽകാൻ തുടങ്ങും. സൗദി ഉൾപ്പെടെ GCC രാജ്യങ്ങൾ ഓരോന്നും രാജ്യത്തെ ഓരോ ബിസിനസിന്റെ ഡാറ്റയും ശേഖരിക്കും. നേരായ രീതിയിൽ പോകുന്നവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഏതെല്ലാം വിവരങ്ങൾ പോകുന്നുവെന്നതും എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നതും വ്യാപാരി കൂടി അറിഞ്ഞിരിക്കണം.
കാരണം ഡാറ്റ നിങ്ങളുടെ മാർക്കറ്റിലെ മറ്റു കച്ചവടക്കാർ കൂടി ശേഖരിക്കാവുന്ന കാലമാണ് വരുന്നത്. ഇവിടെ ഓരോരുത്തരും AI മനസ്സിലാക്കി ഉപയോഗിക്കണം. സൗദിയിൽ നടക്കുന്ന ഡിജിറ്റൽ വൽക്കരണം അതേ വേഗത്തിൽ മലയാളികളും ഉപയോഗപ്പെടുത്തണം. ശരിക്കും ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത പോലത്തെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എമേർജ് ചെയ്യാണ്. ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ടെക്നോളജികൾ ഒരേ സമയമാണ് കിട്ടുക. പക്ഷെ എല്ലാവരുടെയും അഡോപ്ഷൻ റേറ്റ് ഒരുപോലെ അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ പല സമയത്ത് ഇങ്ങോട്ട് വന്നിട്ടുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. 30 വർഷം മുന്നേ വന്ന ആൾക്കാരുണ്ടാവും, 10 വർഷം മുൻപ് വന്ന ആൾക്കാരുണ്ടാവും, കാലങ്ങളായിട്ട് ഫാമിലി ബിസിനസ് ഏറ്റെടുത്ത് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. ഇതിൻ്റെ എല്ലാം കോർ ആക്ച്വലി 1970s തുടങ്ങിയിട്ടുള്ള ഒരു ഓയിൽ ഇക്കോണമി ഉണ്ട്. ഓയിൽ ഇക്കോണമി കാരണം ഒരുപാട് ക്യാപിറ്റൽ ഈ നാട്ടിലേക്ക് വരാൻ തുടങ്ങി. ഈ വരുന്ന പണം ആക്ച്വലി അവർക്ക് ഡിപ്ലോയ് ചെയ്യുമ്പോൾ കുറേ സപ്പോർട്ട് സർവീസസ് ആവശ്യമുണ്ടായിരുന്നു. കാരണം ഒരു ഫിനോമിനൽ ഗ്രോത്ത് ഒരു സെക്ടറിൽ ഉണ്ടാകുമ്പോൾ എല്ലാ സെക്ടറിലും അവർക്ക് അത് പേസപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ഗ്യാപ്പ് മുതലെടുത്ത് ഈ നാട്ടിലേക്ക് വന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ഈ ബിസിനസ് മോഡലിന് ഒരു മാറ്റം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷം ഇന്നിപ്പോൾ ഇത്തരം ടെക്നോളജികൾ വരുന്നു. ഇവിടെ നിങ്ങൾ നടക്കുന്ന എല്ലാ ബിസിനസ്സുകളും ഡിജിറ്റൽ വൽക്കരണത്തിന് വിധേയമാകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എവറിത്തിങ്, നിങ്ങൾ ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഇൻവെൻട്രി വരെ ഗവൺമെന്റിന് അറിയുന്ന ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഈ സാധനം ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ട് എത്തുന്നു എന്നുള്ള ഡാറ്റ വരെ ആരുടെ അടുത്തുണ്ട്? സിസ്റ്റത്തിനകത്തുണ്ട്. പ്രവാസികളുടെ ബിസിനസ് നിലനിർത്താൻ ഇതിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ഇതുവരെ നമ്മൾ സ്വകാര്യമായി സൂക്ഷിച്ച ബിസിനസ് വിവരങ്ങൾ മറ്റുള്ളവർക്കും ലഭ്യമാകുന്നതോടെ മാർക്കറ്റിലെ രഹസ്യങ്ങളും പരസ്യമാകും. AI അറിയാവുന്നവർ ഈ രംഗത്ത് എല്ലാവരെയും മറികടന്ന് അതിവേഗത്തിൽ നീങ്ങും. നിങ്ങളുടെ ബിസിനസ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്, യു ആർ എക്സ്പാർട്സ് റൈറ്റ്? നമ്മളൊക്കെ എക്സ്പാർട്സ് ആണ്. ഇപ്പോൾ എക്സ്പാർട്സിന്റെ ബിസിനസ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി ഇവർക്ക് വലിയ ഗോളുകളാവണമെന്നില്ല. ഇവരുടെ ആൾക്കാർക്ക് ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അവർ ഒരുക്കാൻ ശ്രദ്ധിക്കും. ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒരുക്കാൻ ആക്ച്വലി AI ഈസ് എ പ്ലാറ്റ്ഫോം. കാരണം AI ഇതിനെല്ലാം വേണ്ടുന്ന ഒരു ബേസിക് ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കുന്നുണ്ട്, ഇൻ്റലിജൻസ്. കാരണം ഇൻ്റലിജൻസ് ഒരു കാലം വരേക്കും ഇനി ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രിയിൽ 15 വർഷം 20 വർഷം ജോലി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻഡസ്ട്രി നോഹ ഉണ്ട്. ലൈക്ക് ഹൗ ടു മൂവ് ദ പേപ്പർ, ഈ മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം, ഇവിടുത്തെ ആൾക്കാരുടെ രീതി, ഇങ്ങനെ ഒരുപാട് നിങ്ങളുടേത് മാത്രമായിട്ടുള്ള ഇൻഫോർമേഷൻ ഉണ്ട്. പക്ഷേ ഈ ഇൻഫോർമേഷനൊക്കെ ഡിജിറ്റൽ ആക്കപ്പെടുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന മോട്ട് നഷ്ടപ്പെടുകയാണ്. മോട്ട് നഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമല്ല, എല്ലാവർക്കും അതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരും. ആരാണോ ടെക്നോളജി ആദ്യത്തിൽ അഡോപ്റ്റ് ചെയ്യുന്നത് അത്തരം ആൾക്കാർക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓരോ ബിസിനസ്സിലും ടെക്നോളജി അപ്ഗ്രഡേഷൻ വേഗത്തിൽ നടത്താനാകണം. പകരം റിയൽ ടെക്കിലേക്ക് വരണം. റിയൽ ടെക്ക് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഡിപ്ലോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. എല്ലാ സാധനത്തിലും ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഉണ്ട്. എല്ലാ കാര്യത്തിലും ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾ പേടിച്ച് ഇങ്ങനെ മാറി നിന്ന് നോക്കി നിൽക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പുതിയ പയ്യന്മാർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അന്തം വിട്ട് നടക്കുന്നുണ്ടാവും. അവർ കറക്റ്റ് നിങ്ങൾ മിസ് ചെയ്യുന്ന ഗ്യാപ്പ് കാണും, അവരൊരു പക്ഷേ ആ ബിസിനസ്സുമായിട്ട് മുൻപോട്ട് പോകും. അപ്പോൾ ആസ് ബിസിനസ് ഓണേഴ്സ് നിങ്ങളോടൊക്കെ ലൈക്ക് ഇവിടെ വരുന്നവരെല്ലാം ഞാൻ അസ്യൂം ചെയ്യാണ് കേട്ടോ എല്ലാവരും ബിസിനസ് ഓണേഴ്സ് ആയിരിക്കും എന്നുള്ളത്. എനിക്കുള്ളൊരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ ലോക സാഹചര്യത്തെക്കുറിച്ച് വളരെ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു മെൻറ്റാലിറ്റിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ പഠിക്കണോ, എൻ്റെ ഒരു സ്റ്റാഫിനെ ഇതങ്ങ് പഠിപ്പിച്ചാൽ പോലെ എന്ന് ചോദിച്ചാൽ അവസാനം ബിസിനസ് സ്റ്റാഫിൻ്റെ ഇതാവാതെ നോക്കണം. കാരണം എന്താ വെച്ചാൽ ഇന്ന് അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മൾ എന്താണോ ഇത്ര കാലമായിട്ട് ഒരു ബിസിനസ്സിൽ നമ്മുടേത് എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും റീഡിഫൈൻ ചെയ്യുന്ന, നമ്മൾ ബിസിനസ് ചെയ്തിരുന്ന വേ റീഡിഫൈൻ ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ആക്ച്വലി ജീവിക്കുന്നത്. സൗദി പ്രവാസികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം നടപ്പാകട്ടെ എന്നിട്ട് നോക്കാമെന്നതാണത്. കാലങ്ങളായി അവർ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയെടുത്തതാകാം ആ പോളിസി. പക്ഷേ AI ടെക്നോളജി വ്യത്യസ്തനാണ്. അത് പൂർണ്ണ വളർച്ച എത്തും വരെ കാത്തിരിക്കരുത്. ടെക്നോളജി മെച്യൂർ ചെയ്യാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയാം. അതായത് വൺസ് എല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ ഓടി തോൽപ്പിച്ചോളാം എന്ന് ചിന്തിക്കുന്ന ആക്ച്വലി ഇതിലുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നടക്കുന്ന കാലമാണ്. എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻ്റൽ ഗ്രോത്തും എക്സ്പോണൻഷ്യൽ ഗ്രോത്തും ഉണ്ട്. 1, 2, 3, 4, 5, 6 ഈ നിലക്ക് പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻക്രിമെൻ്റൽ ഗ്രോത്ത് എന്നാണ് പറയുക. 1, 2, 4, 8, 16, 32 എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നാണ് പറയുക. ഈ ടെക്നോളജിയിലുള്ള ഗ്രോത്ത് ആക്ച്വലി എക്സ്പോണൻഷ്യലാണ്. അപ്പോൾ നമ്മൾ ഓടി പിടിച്ചോളാം എന്നുള്ള ചിന്ത ആക്ച്വലി ചിലപ്പോൾ വർക്ക് ചെയ്തോളണമെന്നില്ല. അപ്പോൾ ആക്ച്വലി ഐ സജസ്റ്റ് രണ്ടും ഒരുമിച്ച് വേണമെന്നാണ് പറയാം. സൗദികളേക്കാൾ വിദ്യാഭ്യാസം നേടി ഈ രാജ്യത്തെത്തിയവരാണ് ആദ്യകാലത്ത് മലയാളികൾ.
അവരെക്കാൾ മുന്നേ പല മേഖലയിലും കയറിയെത്തിയവർ. താഴേക്കിടയിൽ കാര്യമായ മാറ്റമില്ലാത്ത സൗദി ജനതയെ നമുക്ക് കാണാം. സ്പോൺസർഷിപ്പിലും മറ്റുമായി നിൽക്കുന്ന വളരെ സാധാരണക്കാർ. പക്ഷേ അവരുടെ മക്കളോ പുതിയ തലമുറയോ മാറുന്ന വേഗം ബഥഹക്കും ഷറഫിയക്കും ദമാം സൂക്കിനും അപ്പുറത്താണ്. ആ സാങ്കേതിക വിദ്യ പൂർണ്ണമായും പഠിക്കാനായില്ലെങ്കിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് മലയാളികൾ അറിഞ്ഞിരിക്കണം. ഫ്യൂച്ചർ സമ്മിറ്റ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതും അതാണ്. പൊതുവെ എല്ലാവർക്കും ധാരണയില്ലാത്തൊരു വിഷയമാണ് AI ആൻഡ് തിങ്സ്. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് അതെങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. സോ അതിനെപ്പറ്റിയുള്ള കുറേ ലൈക്ക് ബേസിക് ഐഡിയാസ് ആൻഡ് മോർ ലൈക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാനുള്ള ഒരു ഇറ്റ്സ് വാസ് വെരി യൂസ്ഫുൾ. എൻ്റെ കൊലീക്കാണ് ഇയാൾ പിന്നെ ജിസാനിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇന്നലെ രാത്രി തന്നെ ഇയാൾക്ക് ഫോൺ വിളിച്ചിട്ട് നിർബന്ധമായിട്ട് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾ പ്രത്യേകം വിളിച്ച് അറിയിക്കുകയുണ്ടായത്. കാരണം എന്താ ഇത്രയും നല്ലൊരു പ്രോഗ്രാം പിന്നെ നമുക്ക് ഷുവറാണ് മീഡിയ വൺ പോലെയുള്ള ഒരു ചാനൽ ഇങ്ങനെ പ്രോഗ്രാം നടത്തുമ്പോൾ അതിനൊരു ക്വാളിറ്റി നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്തിരുന്നു. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. ഫ്യൂച്ചർ സമ്മിറ്റിന്റെ അടുത്ത എഡിഷൻ മലയാളി ബിസിനസ് സമൂഹം ഏറെയുള്ള ജിദ്ദയിലാണ്. കൂടുതൽ സമഗ്രമായ ഉള്ളടക്കത്തോടെ അത് അവരെയും പുതിയ കാലത്തെയും വരവേൽക്കാൻ ഒരുക്കിയെടുക്കും.